ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളായില്ലേ, കുറേ നാൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. സ്പെഷ്യൽ എനിക്കാണ് കേട്ടോ. സോ മാങ്ങ ദേ നന്നാക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, മാമ്പഴ പുളിശ്ശേരി അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അതിന് വേണ്ടിയിട്ട് മുട്ടിക്കുടിയൻ മാങ്ങയാണ് നോർമലി നമ്മുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ അങ്ങനെ പറയുക. ചപ്പിക്കുടിയൻ, അങ്ങനെ പല പല പേരുകളിൽ അത് അറിയപ്പെടും. അപ്പോൾ ഇത് പുളിമാങ്ങയാണ്. ഇതും ഇതിനോട് ഈ കറിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാങ്ങ തന്നെയാണ്. നിറയെ നാരുള്ള മാങ്ങ ആകുമ്പോഴാണ് കുറച്ചും കൂടിയും ഈ കറിക്കൊരു ടേസ്റ്റ്. ഇപ്പം ഇത് തേജുവിൻ്റെ ഫേവറേറ്റ് ആയ കാരണം നമ്മളധികം ഇപ്പം ഉണ്ടാക്കാറില്ല. പിന്നെ ഇതിൽ ഷുഗറും ആഡ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ ദേ അതുപോലെ തൊലി ചെത്തി കളയണേക്കാളും അങ്ങനെ പൊളിച്ച് കളയേണ്ടതാണ് ഈ കറിയോടൊരു നീതി പുലർത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ തൊലി പൊളിച്ച് നമ്മളിതേ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 10 മാങ്ങോളം നമ്മളിട്ടു. അതിന് ശേഷം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതിലൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാം. പിന്നെ നമ്മളിതിലൊരു 2 ടേബിൾ സ്പൂൺ ഓഫ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ശർക്കര ആഡ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. നമ്മൾക്ക് ഇതിൻ്റെ പഞ്ചസാര ആകുമ്പോഴാണ് അതിൻ്റെ കളർ ഭംഗിയായിട്ട് തോന്നുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക് നടു കീറിയത്, 2-3 തണ്ട് വേപ്പിൻ്റെ ഇല, ഇത്രയും ഇട്ടതിന് ശേഷം നമ്മളൊരു വലിയ സ്റ്റീലിൻ്റെ കപ്പില്ലേ, അങ്ങനെ ഒരു കപ്പ് വെള്ളം നമ്മളിതിലൊഴിച്ച് ഒന്ന് ഇളക്കുക. നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ കുക്കർ ക്ലോസ് ചെയ്ത് വെക്കുക. 1-2 വിസിൽ. അത് കഴിഞ്ഞ് മാങ്ങ വെന്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് തുറക്കാം. അപ്പോൾ തുറക്കുമ്പോൾ നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അതിൽ വെള്ളം ഉണ്ടാവും. നമുക്ക് ഇത്രയും വെള്ളം ആവശ്യമില്ല. അപ്പോൾ തിരിച്ച് വീണ്ടും ഗ്യാസ് ഓൺ ചെയ്യുക. അതിലത്തെ വെള്ളം കുറച്ച് വറ്റട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ ഒരു സ്പൂണൊക്കെ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ മാങ്ങ നമ്മൾ തോനെ വിസിലടിച്ചാൽ ഒരുപാട് ഉടയും. ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടണം. പിന്നെ നമുക്ക് വേണ്ടത് മെയിൻലി തൈരാണ്. തൈര് ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ മെഷറിംഗ് കപ്പൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1.5 കപ്പ് തൈര് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തേങ്ങയുടെ ഫുൾ പാല്. അപ്പോൾ അത് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ കുറേശ്ശെ വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഒരുവിധം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തേങ്ങാപ്പാൽ നമ്മൾ റെഡിയാക്കി വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറിയുടെ കളർ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കാണുക തന്നെ വേണം. എത്രത്തോളം ക്യാമറയിൽ കാണാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഭയങ്കര അട്രാക്റ്റീവ് കളറാണ്. അപ്പോൾ അതൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൈര് അടിച്ചത് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ഇതിലൊഴിക്കാൻ, അല്ലെങ്കിൽ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവും. കടയിൽ നിന്ന് വാങ്ങണ തൈരിനെ പറ്റിയിട്ടല്ല, റിയലി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു കൊഴുപ്പുള്ളതുകൊണ്ട് തരിതരിപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് അരിപ്പയിൽ അരിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഇതൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇളക്കാതിരുന്നാൽ ഇവിടെ വെച്ച് കറി പിരിയും. അപ്പോൾ നമ്മൾ ഇത് തിളയ്ക്കുന്ന വരെ നമ്മൾ കുറച്ചധികം നേരം കഷ്ടപ്പെട്ട് ഇത് ഇളക്കുക. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. അപ്പം മധുരം, പുളി, ഉപ്പ് ഇതൊക്കെ കുറവാണോ കൂടുതലാണോ എന്നൊക്കെ നോക്കി അതിനനുസരിച്ച് നമുക്ക് അതിന് എന്താണോ കുറവ് അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ ഉപ്പൊക്കെ എപ്പോഴും എന്തായാലും കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. ഇത്ര കറിയിലേക്ക് ഇത്ര ഉപ്പ്, മണം എന്നൊക്കെ വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ അല്ലാത്ത പക്ഷം നമ്മൾ ഈ ടൈമിലൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് എന്താ കുറവുള്ളതെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിൽ ഉപ്പൊക്കെ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നു. എനിക്കറിഞ്ഞൂടെ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന്. ലൈക്ക് വലിയ പാത്രം ഇല്ലാണ്ടല്ല, ഇങ്ങനെ ഇപ്പോൾ തൊട്ടാൽ പൊട്ടും എന്ന് പറഞ്ഞ പോലെ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന പാത്രത്തിൽ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ സംഭവം ഉണ്ടാക്കുന്ന ടൈമിൽ ഇതിനെപ്പറ്റിയുള്ള കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോഴും അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യുക, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. ഈ കറി പലയിടത്തും പലതരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്കും എൻ്റെ അനിയത്തിക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ഇത് എൻ്റെ സ്കൂളിലും കോളേജിലൊക്കെ ഒരുപാട് ഇതിന് ഫാൻസ് ഉണ്ട്. സോ അവർക്കും ട്രൈ ചെയ്യാം. എൻ്റെ സൗണ്ട് കുറേ നാളായിട്ട് നാശമായിട്ടിരിക്കുകയായിരുന്നു. അത് റെഡി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് വീഡിയോ ഇത്രയും ഡിലേ ആയത്. ഇപ്പോഴും കംപ്ലീറ്റ്ലി ശരിയായിട്ടില്ല. സോ ഇനിയും വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അത്രയും ഗ്യാപ്പ് വന്നു. സോ അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നോർമലി എല്ലാ വെജിറ്റേറിയൻ കറികളെ പോലെ തന്നെ നമുക്ക് വറുത്തിടാൻ എന്താ, ഒരു ചീനച്ചട്ടി വെക്കുക, ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂണിനേക്കാൾ കുറവ് ഉലുവ, അത് ഒരു 1/8 എന്നൊക്കെ പറയാം, അത്രയും ഉലുവ ആദ്യം പൊട്ടിക്കുക. ഉലുവ പൊട്ടിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഓഫ്
കടുക് പൊട്ടിക്കുക. ഇത് രണ്ടും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് 4-5 വറ്റൽമുളക് പൊട്ടിച്ചതും 3-4 തണ്ട് വേപ്പിൻ്റെ ഇലയും ആഡ് ചെയ്യാം. അപ്പോൾ വേപ്പിൻ്റെ ഇലയൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, നല്ല ഫ്ലേവർ കിട്ടും. പക്ഷേ കഴിക്കുമ്പോൾ ഇതൊക്കെ മാറ്റിയിടേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ അത് കരിയാതെ പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ കറി അവിടെ സെറ്റായിട്ടിരിക്കേണ്ട അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. ഇപ്പോൾ ഒക്കെ നല്ല സൗണ്ടുകളും നല്ല മണമൊക്കെ വരും. ആരെയും കൊതിപ്പിക്കുന്ന മണം എന്നൊക്കെ പറയില്ലേ, ആ സംഭവമൊക്കെ ഇപ്പോൾ വരും. ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ അനിയത്തിക്ക് എന്തായാലും ഇത് മിസ് ചെയ്യും. ബട്ട് ഐ എം സോറി. നിനക്ക് എപ്പോഴെങ്കിലും മാങ്ങ കിട്ടുമ്പോൾ നീ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ലൈക്ക് ആ ഒരു ഫ്ലേവർ ത്രൂ ഔട്ട് ദ കറിയിലേക്ക് പോയിക്കോട്ടെ. പിന്നെ വേറെ ഒന്നുമില്ല, വി ആർ ഡൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി അല്ലെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. That's all. Thank you for watching.